5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. വിവേകെ, സത്യം തുറന്നു പറയാൻ നന്ദിനി എന്തിനാണ് മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സാവുന്നില്ല. പൂജയിൽ നിന്ന് ഒഴിവാക്കാൻ അമ്മ ബോധപൂർവം കളിച്ചതാവാം. പക്ഷെ അയാൾ അതൊന്ന് പറഞ്ഞാലല്ലേ എനിക്ക് പോയി ചോദിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും സപ്പോർട്ട് കൊടുത്തിട്ട് പോലും അയാൾക്ക് എന്താടാ കാര്യങ്ങൾ മനസ്സിലാവാത്തത്? എത്ര ഉപദേശിച്ചാലും പഴയ പല്ലവി തന്നെ. എടാ സൂര്യ, അതിന് നീ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അത് നന്ദിനി ജനിച്ചു വളർന്ന സാഹചര്യത്തിൻ്റെതാ. എന്ത് സാഹചര്യം? എടാ, നന്ദിനി നിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കയറിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നന്ദിനി ആരാ? നിങ്ങളുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സുദേവന്റെ മകൾ. വല്ലപ്പോഴും ഒരിക്കൽ നിങ്ങൾ അങ്ങോട്ട് എത്തിയാ നിങ്ങൾ താണു വണങ്ങി നിൽക്കേണ്ട ഒരാൾ. ഒറ്റ ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ആ നന്ദിയുടെ മനസ്സിൽ പോവില്ല. പത്മ മേടെന്ന് പറഞ്ഞ ദൈവത്തിനപ്പുറത്തുള്ള ഏതോ സ്ഥാനത്ത് കൊണ്ട് നടന്നിരുന്നതാ. എടാ, അത് മാറാൻ സമയമെടുക്കും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എടാ, ഞാൻ അയാളെ കൂടെ കൊണ്ടു നടക്കുന്നില്ലേ? എടാ, എല്ലാവരോടും അയാൾക്ക് വേണ്ടി ബഹളം വെക്കുന്നില്ലേ? എന്തിന്? സൈനിങ് പവർ കൊടുത്ത് കമ്പനിയിലേക്ക് കൊണ്ടുവന്നില്ലേ? ആ, അത് തന്നെയാ ഈ കുഴപ്പത്തിനൊക്കെ മൊത്തം കാരണം. എടാ, നിന്റെ അമ്മ ഇരിക്കുന്ന ചേറിന്റെ തൊട്ടരികിൽ നിന്റെ അമ്മ ഒപ്പിടുന്ന അതേ ചെക്കിൽ നന്ദിനി ഒപ്പിട്ട് അത് സഹിക്കുവോ? അതിനൊക്കെയുള്ള പണികൾ അമ്മ ചെയ്തു നോക്കിയല്ലോ. ഒന്നും നടക്കില്ലെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എടാ, ഇപ്പൊ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു പടി കൂടി അയാളെ മുകളിലേക്ക് കയറ്റാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ദിവസേനയുള്ള എല്ലാ കാര്യങ്ങളിലും നന്ദിനി ഇടപെടുന്ന രീതിയിൽ. അത് നിന്നെ കൊണ്ട് സാധിക്കില്ല സൂര്യ. വൈ? എടാ, ഞാൻ വേണമെന്ന് തീരുമാനിച്ചാ അത് നടന്നിരിക്കും. പക്ഷെ നടക്കരുതെന്ന് പത്മ മേഡം തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും. നീ എന്താടാ പതിവില്ലാതെ അമ്മയെ പുകഴ്ത്തി എന്നെ പേടിപ്പിക്കുക? എടാ, ഞാനൊരു സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. കമ്പനിയുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടണമെങ്കിൽ പറഞ്ഞു നോക്ക്. ആ നിമിഷം നന്ദിനിയുടെ അവകാശം എന്താണെന്ന് ചോദിക്കും. സത്യത്തില് അങ്ങനെ ഒരു അവകാശം നന്ദിനിക്കുണ്ടോ? എടാ, അവളെന്റെ ഭാര്യയല്ലേ? അതാ ആർക്കറിയാം. ഏതോ ഒരു മണ്ഡപത്തിൽ വെച്ച് വിവാഹത്തിന് തയ്യാറായി നിന്നൊരു പെണ്ണിനെ ഒഴിവാക്കി നന്ദിനിയുടെ കഴുത്തി നീ താലി കെട്ടി. അത്രയല്ലേ ഉള്ളൂ. ആ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ആ വിവാഹത്തിന് നിയമപ്രാബല്യമുണ്ടോ? പത്മാമയുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇതൊക്കെ ആയിരിക്കും. അതിന് നീ എന്ത് ഉത്തരം കൊടുക്കും? എടാ, വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഒരിക്കൽ തീരുമാനിച്ചതല്ലേ? അതിനുവേണ്ടി തയ്യാറെടുത്ത് രജിസ്റ്റർ ഓഫീസ് വരെ പോയതുമല്ലേ? പോയതല്ലേ ഉള്ളൂ, നടന്നൊന്നുമില്ലല്ലോ. കമ്പനി നിയമപ്രകാരം ചോദ്യം ചെയ്ത ഒരു കാരണവശാലും നിയമപ്രകാരം സൂര്യയുടെ ഭാര്യയല്ലാത്ത ഒരാൾക്ക് അങ്ങനെ കമ്പനിയിലേക്ക് കയറാനൊന്നും പറ്റില്ല. നീ പറഞ്ഞത് കറക്റ്റാ. അമ്മ അങ്ങനെ ചെയ്യാൻ മടിക്കില്ല.